ഹലോ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ SBI ക്ലർക്ക് മെയിൻസിന് വേണ്ടിയിട്ടുള്ളൊരു സ്റ്റഡി വ്ലോഗാണ് കേട്ടോ നോക്കുന്നത്. ഇനി നമുക്കധികം സമയമില്ല, ഒരു 7 ദിവസം എങ്ങാണ്ടേ ഉണ്ടാവുള്ളൂ നമുക്ക് SBI ക്ലർക്ക് മെയിൻസ് എക്സാമിന്. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് കറണ്ട് അഫയേഴ്സ് ഫുള്ള് റിവിഷനും അതുപോലെ തന്നെ മെയിൻസിൻ്റെ മോക്ക് ടെസ്റ്റ്, അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഈ മാസം തന്നെയാണ് RRB-POയുടെ പ്രിലിംസ് എക്സാം വരുന്നത്. അപ്പോൾ അതെല്ലാം കൂടെ എങ്ങനെയാണ് നോക്കുന്നതെന്നുള്ളതാണ്, ഞാൻ എങ്ങനെയാണ് ഒരു ദിവസം പഠിക്കുന്നതെന്നുള്ളതാണ് കേട്ടോ ഒന്ന് നോക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ രാവിലെ എണീറ്റിട്ട് ആദ്യം കറണ്ട് അഫയേഴ്സ് ആണ് നോക്കുന്നത്. ഇപ്പോൾ റിവിഷൻ ചെയ്യുന്നത് ഓഗസ്റ്റ് മന്തിലെ കറണ്ട് അഫയേഴ്സ് ആണ്. കറണ്ട് അഫയേഴ്സിന് ഞാൻ ഫോളോ ചെയ്യുന്ന സോഴ്സ് സ്മാർട്ട് കിഡയുടെ വീക്ക്ലി PDF ആണ് കേട്ടോ. ഞാൻ ആദ്യം വായിക്കുമ്പോൾ ഇതുപോലെ ഹൈലൈറ്റ് ചെയ്ത് വെക്കും, എന്നിട്ട് റിവിഷൻ ചെയ്യുന്ന സമയത്ത് ആ ഹൈലൈറ്റ് ചെയ്ത പോയിന്റുകൾ മാത്രം വായിക്കും. അതാകുമ്പോൾ നമുക്ക് സമയവും ലാഭിക്കാൻ വേണ്ടി പറ്റും. പിന്നെ നമുക്കൊരു ടെലഗ്രാം ചാനലുണ്ട്, അതിനകത്ത് ഞാൻ വീക്ക്ലി PDFകളും അതുപോലെ തന്നെ ഫ്രീ PDF എഡിറ്റോറിയൽസ് അതൊക്കെ അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിലൊന്ന് ജോയിൻ ചെയ്യാം കേട്ടോ. ഞാൻ ലിങ്ക് കമൻറ്റിൽ കൊടുത്തേക്കാം. പിന്നെ ഈ ഒരു കറണ്ട് അഫയേഴ്സ് റിവിഷൻ കഴിഞ്ഞ് ഞാൻ ഒരു ഉച്ചയ്ക്ക് 12 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഒരു RRB-POയുടെ പ്രിലിംസ് മോക്ക് എടുത്തു. ഇത് ഗൈഡ്ലിയിലാണ് കേട്ടോ ഈ മോക്ക് എടുക്കുന്നത്. അത് RRB-PO പ്രിലിംസിൻ്റെ മോക്ക് ടെസ്റ്റ് നമ്പർ 4 ആണ്. ഞാൻ അറ്റംപ്റ്റ് 48 കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. എനിക്ക് 2 ഇൻകറക്റ്റായി. സ്കോർ 45.5 വന്നിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ റീസണിങ് സെക്ഷനകത്താണ് 2 ഇൻകറക്റ്റ് വന്നത്. 2 സിലോജിസ് ആയിരുന്നു എനിക്ക് തെറ്റിപ്പോയിട്ടുണ്ടായിരുന്നത്. ഇതിനകത്ത് പസിൽസ് കാണാൻ കുഞ്ഞാണ് ഈ പസിൽസ് ഇതിൽ കൊടുത്തേക്കുന്നത്, പക്ഷേ നമുക്ക് ഒരുപാട് പോസിബിലിറ്റീസ് വരുന്നുണ്ടായിരിക്കും. ഏകദേശം 2 പസിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പസിലിന് 4 മിനിറ്റോളമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് സമയം അങ്ങനെ പോയി. അതുകൊണ്ട് 25 ക്വസ്റ്റ്യൻ മാത്രമേ എനിക്ക് റീസണിങ്ങിനകത്ത് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. വളരെ കുറവ് അറ്റംപ്റ്റും കുറവ് സ്കോറുമാണ് RRB-POയ്ക്ക്. നമ്മളൊരു 60+ ഒക്കെ ആയിരിക്കണം എപ്പോഴും ടാർഗറ്റ് വെക്കേണ്ടത് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, പിന്നെ കോണ്ടിൻ്റെ സെക്ഷൻ വരുമ്പോൾ കോണ്ടിനകത്ത് ഞാൻ 23 അറ്റംപ്റ്റാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. കോണ്ടിനകത്ത് ഇൻകറക്റ്റ് ഒന്നും വന്നിട്ടില്ല. പിന്നെ ഈ ഒരു മോക്ക് കഴിഞ്ഞ് ഇതിൻ്റെ അനാലിസിസും കഴിഞ്ഞ് ഞാൻ പിന്നെ കുറച്ച് നേരം കൂടി കറണ്ട് അഫയേഴ്സ് നോക്കിയിട്ടോ. കറണ്ട് അഫയേഴ്സ് നമ്മൾ ഒരു 2 മണിക്കൂർ 3 മണിക്കൂർ ഒറ്റ ഇരിപ്പിനിരുന്ന് ഒരുപാട് നോക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ബോറടിക്കും. അപ്പോൾ അങ്ങനെ ചെയ്യാതെ ഇപ്പോൾ നിങ്ങൾക്ക് 1 മണിക്കൂർ കറണ്ട് അഫയേഴ്സ് നോക്കിയിട്ട് വേറെ എന്തെങ്കിലും പഠിക്കുകയുണ്ടെങ്കിൽ അത് നോക്കിയിട്ട് പിന്നെ അടുത്ത് വീണ്ടും കുറച്ച് കഴിഞ്ഞ് വീണ്ടും കറണ്ട് അഫയേഴ്സ് വായിക്കട്ടോ. അതാകുമ്പോൾ നമുക്കധികം ബോറടിക്കില്ല. ഞാൻ അങ്ങനെയാണ് സാധാരണ ചെയ്യാറുള്ളത്. ഇതിപ്പോൾ ഒക്ടോബറിലെ കറണ്ട് അഫയേഴ്സ് ആണ്. ശരിക്കും പറഞ്ഞാൽ ഒക്ടോബറിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് പോലും ഇല്ലായിരുന്നു. ഞാൻ ഓർത്തത് എനിക്കിനി ഒക്ടോബർ മന്ത് ഫുള്ളും പഠിക്കാനുള്ള സമയമില്ല. അപ്പോൾ അതുകൊണ്ട് ഒക്ടോബർ ആദ്യത്തെ 2 ആഴ്ചയുള്ള കറണ്ട് അഫയേഴ്സ് വായിച്ച് വെക്കാമെന്നാണ് ഞാൻ ഓർത്തത്. ഞാൻ ഓഗസ്റ്റ്, സെപ്റ്റംബർ, ജൂലൈ ഈ 3 മാസത്തെ കറണ്ട് അഫയേഴ്സാണ് വായിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി ഒക്ടോബറിൽ പഠിക്കാനുള്ള സമയം കിട്ടാത്ത കാരണം ഞാൻ ഓർത്തു ആദ്യത്തെ 2 ആഴ്ചത്തെ കറണ്ട് അഫയേഴ്സ് നോക്കിയിട്ട് മെയിൻസിനെ പോകാമെന്നാണ് ഞാൻ ഓർത്തത്. കാരണം നമുക്ക് ഈ കറണ്ട് അഫയേഴ്സ് മാത്രമല്ലല്ലോ, ഇനി നമുക്ക് മെയിൻസിൻ്റെ മോക്കുകൾ അതിൻ്റെ അനാലിസിസും ഒക്കെ ഉള്ളതുകൊണ്ട് ഈ കറണ്ട് അഫയേഴ്സിന് മാത്രം ഇരിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ വൈകിട്ടായപ്പോഴത്തേക്കും ഞാനൊരു മെയിൻസ് മോക്കെടുത്തു. SBI ക്ലർക്ക് മെയിൻസ് ടെക്സ്റ്റ് ബുക്കിലാണ് കേട്ടോ. SBI ക്ലർക്ക് മെയിൻസിൻ്റെ 2ാമത്തെ മോക്ക് ടെസ്റ്റാണിത് ടെക്സ്റ്റ് ബുക്കിൽ. അപ്പോൾ ഇതെടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ സ്കോർ കാണിക്കാം കേട്ടോ. ഇതിൽ ഞാൻ 76 അറ്റംപ്റ്റ് ആയിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. എൻ്റെ സ്കോറ് 70.05 ഇനി ഓരോ സെക്ഷൻ വൈസ് നോക്കുകയെന്നുണ്ടെങ്കിൽ കറണ്ട് അഫയേഴ്സിനകത്ത് ഞാൻ 7 ക്വസ്റ്റ്യൻസാണ് അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിൽ കൂടുതലും ചോദിച്ചിട്ടുണ്ടായിരുന്നത് ജൂൺ, ജൂലൈ, മെയ്യിലെ ക്വസ്റ്റ്യൻസൊക്കെ ഉണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് ജൂണിലെ ക്വസ്റ്റ്യൻസാണ് ഉണ്ടായിരുന്നത്. പിന്നെ അത് മാത്രമല്ല കേട്ടോ, ഇതിലെ കറണ്ട് അഫയേഴ്സ് കുറച്ചൊന്ന് ലെങ്തിയാണ്. നമ്മൾ ഗൈഡ്ലിയുടെ മോക്ക് എടുക്കുമ്പോഴത്തേക്ക് ഇത്ര ലെങ്തി അല്ല ഇതിലെ കറണ്ട് അഫയേഴ്സ് ഒന്നും. ഇതിൽ കറണ്ട് അഫയേഴ്സ് കുറച്ച് ലെങ്തി ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. കൂടുതലായിട്ടും ജൂണിലെ ക്വസ്റ്റ്യൻസ് ആണ്. ഞാൻ പഠിച്ചതിൽ ഓഗസ്റ്റിലെ സെപ്റ്റംബറിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് എല്ലാം സ്റ്റേറ്റ്മെൻറ്റ് ബേസ്ഡ് ആയത് കാരണം അതും എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. പിന്നെ എങ്ങനെയോ 7 ക്വസ്റ്റ്യൻസ് മാത്രമേ അറ്റൻഡ് ചെയ്യാൻ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ 2 ഇൻകറക്റ്റായി. എനിക്ക് തോന്നുന്നത് ഇത് മോക്ക് ടെസ്റ്റ് നമ്പർ 2ാമത്തെ മോക്ക് ടെസ്റ്റാണ്. ഇനി ഒരു 4-5 മോക്ക് ടെസ്റ്റ് അല്ലെങ്കിൽ 6ാമത്തെ മോക്ക് ടെസ്റ്റൊക്കെ ആയി വരുമ്പോഴത്തേക്കും റീസെൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ഇപ്പോൾ ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബറൊക്കെ മന്ത് ഫോക്കസ് ചെയ്തിട്ടുള്ള കറണ്ട് അഫയേഴ്സ് വരുമായിരിക്കും. പിന്നെ അത് കഴിഞ്ഞ് ഇംഗ്ലീഷ് സെക്ഷൻ നോക്കുമ്പോൾ ഇംഗ്ലീഷിനകത്ത് ഞാൻ 28 അറ്റംപ്റ്റാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതിനകത്ത് 4 എനിക്ക് ഇൻകറക്റ്റായി, 24 കറക്റ്റായി.
പിന്നെ ഇംഗ്ലീഷ് സെക്ഷൻ പറയുകയാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ, അത്ര പാടായിട്ട് തോന്നിയില്ല എനിക്ക്. പിന്നെ പാരാജമ്പിൾ ഉണ്ടായിരുന്നു, അതിനകത്ത് ആദ്യത്തെ 2 ഇത് മാത്രമേ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, ആദ്യത്തെ 2 സെൻറ്റൻസ് മാത്രമേ കൊടുത്തിട്ടുണ്ടായിരുന്നു. ബാക്കി ചെയ്ത് തെറ്റിക്കേണ്ടെന്ന് ഓർത്തിട്ട് അത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ലാസ്റ്റ് ഒരു 10 ക്വസ്റ്റ്യൻ ക്ലോസ് ടെസ്റ്റ് ആയിരുന്നു, അത് നമുക്ക് വായിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പാസേജ് ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് കോണ്ട് സെക്ഷനിൽ എനിക്ക് അറ്റംപ്റ്റ് ഭയങ്കര കുറവായിരുന്നു കേട്ടോ, 12 അറ്റംപ്റ്റേ ഉണ്ടായിരുന്നുള്ളൂ, അതിൽ ഒരെണ്ണം ഇൻകറക്റ്റായി. ഇതിനകത്ത് ഞാൻ ഒരു DI ചെയ്യാൻ വേണ്ടി നോക്കിയിട്ടുണ്ടായിരുന്നു, അതിന് കുറേ സമയം എടുത്തു. ഒരു ലോജിക്കൽ DI ആയിരുന്നു, അതിന് കുറേ സമയം പോയായിരുന്നു. അപ്പോൾ ഞാനത് പകുതി നിർത്തിയിട്ട് വേറൊരു DI ചെയ്യാൻ പോയി. അപ്പോൾ ആ ഒരു DI എനിക്ക് കിട്ടിയില്ല, അവസാനം അതും കിട്ടിയില്ല ഇതും കിട്ടിയില്ല, രണ്ടിൻ്റെ സമയവും പോയി. പിന്നെ ഇതിനകത്ത് നമ്പർ സീരീസ് ഉണ്ടായിരുന്നു, പിന്നെ എന്താ അത് ഈ ഒരു 2 പൈ ചാർട്ട് വന്നിട്ടുള്ള ഈ ഒരു DI ഉണ്ടായിരുന്നു, അത് ഒരു DI ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കേസ്ലെറ്റ് ഉണ്ടായിരുന്നു, പിന്നെ ഇതിനകത്ത് അപ്രോക്സിമേഷൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്രോക്സിമേഷൻ ഇത്തിരി ലെങ്തി ആയിട്ടുള്ളൊരു അപ്രോക്സിമേഷനാണ്, ഒരു 5 ക്വസ്റ്റ്യൻ അപ്രോക്സിമേഷൻ്റെ ഉണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റ് ക്വാണ്ടിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ക്വാണ്ടിറ്റി 1 ക്വാണ്ടിറ്റി 2, പിന്നെ സ്റ്റേറ്റ്മെൻറ്റ് സഫിഷ്യൻസി ഉണ്ടല്ലോ, ഡാറ്റ സഫിഷ്യൻസി, അങ്ങനെയുള്ള 2-3 ക്വസ്റ്റ്യൻസൊക്കെ അത് ചെയ്യാൻ പറ്റുന്നതായിരുന്നു. പക്ഷേ ഞാൻ കുറേ സമയം കളഞ്ഞത് കാരണം അതൊന്നും നോക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഏറ്റവും ലാസ്റ്റാണ് റീസണിങ് സെക്ഷൻ വന്നിട്ടുണ്ടായിരുന്നത്. ഇതിനകത്ത് ഞാൻ 29 അറ്റംപ്റ്റാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്, അതിൽ 2 എണ്ണം ഇൻകറക്റ്റായി. റീസണിങ് സെക്ഷൻ പറയുകയാണെങ്കിൽ മറ്റ് സെക്ഷൻ വെച്ചിട്ട് എനിക്ക് കുറച്ചുകൂടി ചെയ്യാൻ പറ്റിയത് ഈ ഒരു റീസണിങ് സെക്ഷനായിരുന്നു. പിന്നെ ഞാനിനി ഈ ഒരു മെയിൻസിൻ്റെ അനാലിസിസ് ചെയ്യുന്ന അടുത്ത ദിവസമാണ് കേട്ടോ, കാരണം ഈ ഒരു മെയിൻസ് മോക്കിന് 2.5 മണിക്കൂറുണ്ട്. അപ്പോൾ നമ്മൾ അനാലിസിസിന് ശരിക്കും ഒരു 3-4 മണിക്കൂറെങ്കിലും എടുക്കും, അത്രയും ലെങ്തി ആയിട്ടുള്ളൊരു പ്രോസസ്സാണ് നമ്മൾ ഈ ക്വാണ്ടും റീസണിങ്ങും എല്ലാം നോക്കുന്നത്. 3-4 മണിക്കൂർ തികയുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ ഒരുപാട് സമയം എടുക്കും അനാലിസിസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം ഞാൻ ഓർത്തത് ഇംഗ്ലീഷ് സെക്ഷൻ മാത്രം ഒന്ന് ഇന്നത്തെ ദിവസം അനാലിസിസ് നോക്കിയിട്ട് ബാക്കി സെക്ഷൻസ് നാളെ നോക്കാമെന്നുള്ളതാണ്. അപ്പോൾ ഞാനിപ്പോൾ എങ്ങനെയാണ് പഠിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി ഒരു RRBPOയുടെ പ്രിലിംസ് മോക്ക് എടുക്കും, പിന്നെ 1 ഇടവിട്ടുള്ള ദിവസങ്ങളിൽ SBA ക്ലർക്കിൻ്റെ മെയിൻസ് മോക്ക് എടുക്കും. ഇന്നാണ് മെയിൻസ് മോക്ക് എടുക്കുന്നതെങ്കിൽ അടുത്ത ദിവസമായിരിക്കും അതിൻ്റെ അനാലിസിസ് ചെയ്യുന്നത്, പിന്നെ അതിൻ്റെ അടുത്ത ദിവസം വീണ്ടും ഒരു മോക്ക്, അങ്ങനെയാണ് ഞാൻ നോക്കുന്നത്. കാരണം നമുക്ക് ഒരു ദിവസം തന്നെ ഒരു ഫുൾ മെയിൻസ് മോക്ക് എടുത്ത് അതിൻ്റെ അനാലിസിസ് ചെയ്യാമെന്നുണ്ടെങ്കിൽ ബാക്കിയൊന്നും നമുക്ക് പഠിക്കാൻ വേണ്ടി സമയം കിട്ടില്ല. നമുക്ക് ഈ മാസം ഒരുപാട് എക്സാം ഉണ്ട്, അതായത് SBA ക്ലർക്ക് മെയിൻസ്, IBPS ക്ലർക്ക് മെയിൻസ്, RRBPO പ്രിലിംസ്, അങ്ങനെ എക്സാംസൊക്കെ വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ അടുത്ത മാസം ഫസ്റ്റ് വീക്കിൽ തന്നെ RRB ക്ലർക്കിൻ്റെ എക്സാം ഉണ്ട്. അപ്പോൾ ഓരോ ദിവസവും എന്തൊക്കെ പഠിക്കണം, എങ്ങനെ പഠിക്കണം എന്ന് പ്ലാൻ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഹെൽപ്ഫുൾ ആവുമെന്ന് എനിക്ക് തോന്നണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഇന്ന് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ടാറ്റാ.